കേസ് അപ്പോൾ നമ്മൾ ഗെയിം വന്നിട്ട് മൈക്രോഫോണിൻ്റെ ഒരു പുതിയൊരു വീഡിയോ കേസ് നമ്മൾ ഇന്നെന്ന് പറഞ്ഞ കേസ് നമ്മൾ പുതിയ ലെസ് പ്ലേ സീരീസ് തുടങ്ങിയേക്കുവാണ് കേസ്. പിന്നെ നമ്മുടെ സ്കൈ ബ്ലോക്ക് സീരീസ് നമ്മൾ ഇവിടെ നിർത്തിയിട്ടുള്ള സ്കൈ ബ്ലോക്ക് ഇപ്പോഴും ഇടേണ്ട കേസൊക്കെ നമ്മളിപ്പോൾ ലൈക്ക് 3 എപ്പിസോഡങ്ങൾ ഇട്ടിട്ടുണ്ട് കേസ്. അപ്പോൾ വീഡിയോ ഇട്ട് കാണാൻ മുന്നേ കേസ് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ. ഓക്കെ കേസ്, നമ്മൾ ഇവിടെ എവിടെയെങ്ങാണ്ട് വന്ന് സ്പോണായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മരം വെട്ടണം കേസ്. നമുക്ക് എന്തെങ്കിലും മരമൊക്കെ വെട്ടി നമുക്ക് ഒരു ക്രാഫ്റ്റ് ജോബ് ഉണ്ടാക്കി സെറ്റാക്കും കേസൊക്കെ. നമുക്ക് അതിന് തന്നെ ഒരു ബെഡ് ഉണ്ടാക്കണം കേസൊക്കെ. നമുക്ക് ബെഡ് ഉണ്ടാക്കിയാൽ കഴിഞ്ഞാൽ നൈറ്റ് സർവേ ചെയ്യാൻ പറ്റുള്ളൂ. ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ഉണ്ടാക്കാം. ഇവിടെ അങ്ങ് വെച്ചേക്കുക കേസ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് സ്റ്റോൺ വാങ്ങിച്ചിട്ട് ഓക്കെ നമുക്ക് എന്തെങ്കിലും കേസ് കുറച്ച് അങ്ങ് മൈൻ ചെയ്തിട്ട് സ്റ്റോൺ ടൂൾസിലോട്ട് ആക്കാം. ആണ് ഞാൻ ഇപ്പോൾ എടുക്കാറ്. 17 കോബിൾ സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയത്. നമുക്ക് എന്തെങ്കിലും സോഡും ആക്സും പിക്കാക്സും പിന്നെ നമുക്ക് മറ്റേ ഫർണേസും ഉണ്ടാക്കും കേസ്. കാണിച്ചിട്ടുണ്ട് 17. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കാണുന്നവരാണെങ്കിൽ എനിക്കറിയാമായിരിക്കും എൻ്റെ കറക്റ്റ് കണക്ക് 17 ആയിരിക്കും കേസ്. ഞാൻ കാണിച്ചു ഫസ്റ്റ് തന്നെ നമ്മുടെ പിക്കാക്സ്, പിന്നെ ആക്സ്, പിന്നെ ഒരു സോഡ്, അതിൻ്റെ ഒരു ഫർണേസ്. കണ്ട കറക്റ്റ് കണക്ക് അല്ല ഒരെണ്ണം ബാക്കി വന്നതിനാൽ എനിക്കറിയാൻ പാടില്ല. കറക്റ്റാണ് കേസ്. ഒരു നിങ്ങളൊരു 16 എടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി. 16 അപ്പോൾ കറക്റ്റ്. എന്തായാലും കേസ് ഇവിടെ കേസ് നമുക്ക് വില്ലേജ് കിട്ടി. എൻ്റെ മോൻ വിരി ഇവിടെ ഫുഡ് എടുക്കട്ടെ. ഇവിടെ നമുക്ക് കേസ് സെറ്റ് കേസ്. നമ്മുടെ ലെസ് പ്ലേയുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കേസ് നമുക്ക് വില്ലേജ് കിട്ടി. ഇത് നമ്മുടെ ടെക്സ്റ്റർ ഇവിടെ കേസ് അടുത്ത കേസ് റൂയിനദർ പോർട്ടിലൊക്കെ നമുക്ക് എന്തായാലും കേസ് ആദ്യം തന്നെ നമുക്ക് വില്ലേജ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി റൂയിനദർ പോർട്ടിൽ നോക്കാം കേസ്. അയ്യോ എൻ്റെ മോൻ കേസ് അടുത്തായിട്ട് കേസ് ഇത് റാൻഡം സീഡാണ് കേസ്. നമ്മൾ ചുമ്മാ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് അങ്ങ് നോക്കിയതാണ് കേസ്. ലെസ് പ്ലേ എന്ന് പേര് കൊടുത്ത് അങ്ങ് ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മോനെ കിടിലൻ സീഡ്. ഓക്കെ ഇവിടെ വേറെ ഒന്നും ഇല്ലേ ഇത്ര ഉള്ള വില്ലേജ്? അതേ ഒരു വില്ലേജ് അവിടെ മുകളിലാണ് ബാക്കി മുകളിലാണ്. ഇവിടെ ഇവിടെ അയണൊക്കെ അയൺ കിട്ടി. ഒരു ഷീൽഡ് ഉണ്ടാക്കാനുള്ള അയണ എന്നാണ് എൻ്റെ വിശ്വാസം. ഷീൽഡ് ഉണ്ടാക്കാനുള്ള ഒരു അയണായി പുതിയ ഇവിടെ കോളൊക്കെ ഉണ്ട്. ഓക്കെ നമുക്ക് കോളൊക്കെ എടുക്കണം. കൊടുത്തില്ല ശരിയല്ല. കൊടുത്തില്ലെങ്കിൽ നമുക്ക് മൊത്തം പണി കിട്ടും. പിന്നെ നമുക്ക് ഫുഡും ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫുഡൊക്കെ നമുക്ക് ഫുഡിന് എന്തിനാവശ്യമാണ്? നമുക്ക് കുക്ക് ചെയ്യാൻ എന്തിനാണ്? ഇവിടെ വീറ്റ് ഉണ്ട്, ക്യാരറ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വീറ്റ് ഉണ്ടാവും എന്തായാലും. മറ്റേ നമ്മളിതുണ്ടല്ലോ ഹേബേലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ബ്രെഡായി അത് മതിയാവും. ഓക്കെ ഇവിടെ ഒരു നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ കേവ് നമുക്ക് നോക്കാം കേസ്. ഈ കേവ് നമുക്ക് മൈനിന് പോകാം. എന്തോ ഒരു വലിയ കേവ് എങ്ങാണ്ടാന്ന് എനിക്ക് തോന്നാൻ. നമുക്ക് എന്തായാലും നോക്കാം കേവ്. അതിന് തന്നെ നമുക്ക് മുകളിലത്തെ വില്ലേജും കൂടി നോക്കാം കേസ്. മുകളിലായിട്ടാണ് വില്ലേജ്. അവിടെ നിന്നാണ് തുടക്കം കേസ് എനിക്ക് തോന്നണേ. പിന്നെ നമ്മുടെ ടെക്സ്ചർ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് കേസ്. ഫുൾ ഗ്രാസ് ടെക്സ്ചർ പാക്കാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പറ്റുവാണെങ്കിൽ കൊടുക്കാം കേസ്. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ കേസ്. നിങ്ങൾക്ക് ഫുൾ ഗ്രാസ് ടെക്സ്ചർ പാക്ക് ആക്കി റീസ്മോ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഫസ്റ്റ് നൈറ്റ്. ഓക്കെ നമ്മൾ നൈറ്റ് ഇതാവാറായിട്ടുണ്ട്. നമ്മൾ നൈറ്റ് ആയിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ്സ് ഒന്ന് ഓണാക്കി കേസ്. ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നൈറ്റായില്ലേ? ഓക്കെ കേസ് എന്തായാലും നമ്മൾ കിടന്നിട്ടുണ്ട് കേസ് ഫസ്റ്റ് നൈറ്റ്. പിന്നെ കേസ് നിങ്ങൾ ഇപ്പോൾ തന്നെ കേസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ ഇതേപോലത്തെ ഡിസ്പ്ലേ വീഡിയോസൊക്കെ വരും കേസൊക്കെ. ഇവിടെ ഒന്നും ഈ വില്ലേജ് എന്താ ഇങ്ങനെ? ഈ വില്ലേജ് എൻ്റെ എന്തിനോ വേണ്ട ഒരു വില്ലേജ്. ഇവിടെ വെള്ളമുണ്ട്. ഇവിടെ എന്താ നമുക്ക് ക്യാരറ്റ് കിട്ടി. ഇത് ഫുഡിനുള്ളതായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ മതി നമുക്ക്. ഈ വീറ്റും കൂടി അങ്ങ് എടുത്തേക്കാം. ഓക്കെ അപ്പോൾ ഫുഡിനുള്ളതെല്ലാം അങ്ങനെ സെറ്റ് ആക്കി നമ്മൾ കുറച്ച് സീഡും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ വെച്ച് നമുക്കൊരു സെറ്റാക്കാം. അവിടെയാണ് ഈ റൂയിനദർ പോർട്ടിൽ നമുക്ക് അവിടെയൊക്കെ പോകണം. എനിക്ക് ഈ വില്ലേജ് ഒന്നും ഇല്ല കേട്ടോ. ഇത് നമുക്കൊരു കാര്യം ചെയ്യണം. നമുക്ക് ഈ അയൺ വേണം. ഓടിക്കോ 1 2 3. ഓക്കെ എന്നിട്ട് നമുക്കങ്ങോട്ട് ഈ അയങ്കോളത്തിന് അങ്ങ് അടിച്ച് 4 കിട്ടേണ്ടതാണ്. 5 കിട്ടുമോ? എത്ര എണ്ണമായി? 4 കിട്ടി. അപ്പോൾ 5 നമ്മുടെ ഉണ്ട് ബാക്കി. കാരണം വെച്ചാൽ നമ്മുടെ ബെറ്റ് അവിടെ നിന്ന് വേറെ കൂടി കിട്ടിയായിരുന്നല്ലോ. ഈ നമ്മുടെ 4 ഇങ്കട്ടാണ്. 4 അയൺ ഇങ്കോട്ടും പിന്നെ ഒരു റോ ഇങ്കോട്ടാണ് കേസൊക്കെ. ഓക്കെ നമുക്ക് എന്തായാലും കേസ് നമുക്ക് ഈ ഒരു റൂയിനദർ പോർട്ടിലൊന്ന് നോക്കാം കേസൊക്കെ. ഇതെന്തായാലും നമുക്ക്
ഇവിടെ നിന്ന് നമുക്ക് ചെസ്റ്റ് കിട്ടേണ്ട ആണ്. ഓക്കെ നമുക്ക് എന്തായാലും അതിനകത്ത് എന്ത് കിട്ടണം നോക്കത്. ഓക്കെ ആളാ ഗേസ് 2 ഒബ്സിഡിയൻ കിട്ടി. പിന്നെ നമുക്ക് ഫ്ലിൻറ്റും കിട്ടി. ആ ഫ്ലിൻ്റൊക്കെ ആവശ്യമുള്ളതാണ്. പിന്നെ ഒരു ഗോൾഡൻ ഹെൽമെറ്റ്, ഇത് പ്രൊട്ടക്ഷൻ 3 ഉള്ളൊരു ഗോൾഡൻ ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. വേഗം എന്തായാലും നമുക്ക് നമ്മുടെ വില്ലേജിലോട്ട് തിരിച്ചു പോകാം. പിന്നെ എൻ്റെ ഓഡിയോയുടെ ഇടയ്ക്ക് എന്തെങ്കിലും നോയ്സ് ഒന്നും കേൾക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കെറുന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും നോയ്സ് കേൾക്കണ്ടെങ്കിൽ അത് സോറി കേസ്, നമ്മളെന്തായാലും ഒരു ചെറിയൊരു മൈക്കിൻ്റെ ഒരു പ്രോബ്ലമാണ്. അത് നമുക്ക് ഫിക്സ് ആക്കാം കേസ്, നമുക്ക് സെറ്റാക്കാം. നിങ്ങളെന്തായാലും മാക്സിമം സപ്പോർട്ട് തരുവാണെങ്കിൽ നമ്മളത് സെറ്റാക്കി എടുത്ത് തരാം കേസ്. നമുക്ക് എന്തെങ്കിലും നോക്കാം. നമുക്ക് ഇവിടുത്തെ ഹേബയിൽ അങ്ങ് പൊട്ടിച്ചെടുക്കട്ടെ. പിന്നെ കേസ് നമ്മുടെ GTA വീഡിയോസ് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ കേസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ GTA വീഡിയോസ് നിർത്തി വെച്ചായിരുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് GTA വീഡിയോസ് കൊണ്ടുവരാൻ കേസൊക്കെ. നമുക്ക് എന്തെങ്കിലും മോഡ് വീഡിയോസൊക്കെ ചെയ്യാം GTA കേസ്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഒരു ബേസ് ഉണ്ടാക്കണ്ട. നമുക്ക് അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ റിസോഴ്സസൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ അങ്ങ് സെറ്റാക്കാം. എപ്പിസോഡിൽ നമുക്ക് എന്താ സെറ്റാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയൺ ആർമറാണ് കേസ്. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അയൺ ആർമർ സെറ്റാക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ഫുൾ കിട്ടുന്ന ബേസ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം കേസൊക്കെ. അത്യാവശ്യം നമുക്ക് പറ്റണത്ര ഒരു വലിയൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് കേസ് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം. നമുക്ക് ഇപ്പോൾ തന്നെ കേസ് മൈനിങ്ങിന് പോയിട്ട് നമുക്ക് ഒരു ഫുൾ അയൺ ആർമർ ആക്കാൻ പറ്റും നോക്കാം കേസ്. നമുക്ക് അയൺ ആർമർ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്ത സെറ്റായി കാണാം. ഓക്കെ 2 ചെസ്റ്റ് ഇവിടെ അങ്ങ് വെച്ചായി. സ്മൂത്ത് സ്റ്റോണൊക്കെ നമുക്ക് എടുക്കാം കേസ്, നമുക്ക് സെറ്റാക്കണം. എന്നിട്ട് എല്ലാം അങ്ങ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഇതെന്താ ഇങ്ങനെ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കട്ടെ കേസൊക്കെ. നമുക്ക് ബാക്കി സെറ്റാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ലെസ് പ്ലസ് സീരീസ് നമ്മൾ കുറേ എപ്പിസോഡ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് കേസ്. കാരണം വെച്ചാൽ നമുക്ക് ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് കേസ്. നമ്മൾ ഈ ഒരു ഫുൾ വേൾഡ് നമ്മൾ വലിയൊരു ബിൽഡ് ചെയ്യും കേസ്. ഓക്കെ കാരണം വെച്ചാൽ നമ്മൾ കുറേ ബിൽഡ് നമ്മൾ ചെയ്ത് വയ്ക്കും. ഉറപ്പാണ് കേസ്, എന്തായാലും ഉറപ്പായിരിക്കും ഈ ഒരു വേൾഡ് നമ്മളെ ലെസ് പ്ലസ് സീരീസ് ആയിരിക്കും കേസ്. കിഡ്ഡൻ സീരീസ് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കുക കേസ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നേ വിചാരിക്കണം. ഓക്കെ നമ്മൾ ഈ ഗോൾഡൻ സോഡ് നമ്മൾ ഇരിക്കട്ടെ കയ്യിൽ. ഷാർപ്പ്നെസ് നോക്ക് ബാക്ക് ഉണ്ട്. എന്തായാലും ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും ഇവിടെ കുഴപ്പമില്ല നമുക്ക്. പിന്നെ നമ്മുടെ കയ്യിൽ യെസ് ഇത്രേ ഓക്കെ ബാക്കി അങ്ങ് ഇരിക്കട്ടെ യെസ്. ബാക്കി 47 ക്യാരറ്റ് നമ്മൾ ഇരിക്കണം. ബാക്കി 20 അവിടെ ഇരിക്കട്ടെ യെസ്. 20 ക്യാരറ്റ് അവിടെ ഇരിക്കട്ടെ. ബാക്കി 47 നമ്മൾ വെച്ചാൽ മതി. കാരണം വെച്ചാൽ യെസ് നമുക്കിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ മൈനിങ്ങിന് പോകാൻ നേരത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ ക്യാരറ്റ് 47 ക്യാരറ്റും ഫുള്ള് നമ്മുടെ ടൂൾസ് എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് ഈ ചെസ്റ്റിനകത്ത് നമ്മുടെ ബാക്കി ഇതുണ്ടല്ലോ ക്യാരറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പിന്നെയും ഹാർവെസ്റ്റ് ചെയ്ത് സെറ്റാക്കി നട്ട് ഒന്നുകൂടി സെറ്റാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ഒരു സ്റ്റാക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സ്റ്റാക്ക് ബ്രെഡ് ഉണ്ടാക്കി നമുക്ക് ചെസ്റ്റിൽ വെക്കാൻ കഴിയും. നമുക്ക് എന്തായാലും ഫുഡിനൊക്കെ അതിന് ക്ഷാമമൊന്നുമില്ല. നമുക്ക് ഫുഡൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് മൈനിന് മാത്രം പോയത്. മൈനിന് പോയിട്ട് നമുക്ക് അയൺ ഈ പ്രാവശ്യം ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് അയൺ ആർമർ സെറ്റാക്കാൻ പറ്റും നോക്കണം കേസ്. നമുക്ക് അതാണ് നമ്മുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിൽ തന്നെ അയൺ ആർമർ സെറ്റാക്കണം. ഓക്കെ അങ്ങനെ നമ്മുടെ സെക്കൻഡ് നൈറ്റും ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പിന്നെ സോംബീസ് സ്റ്റിക്ക് മാക്സിമം നമുക്ക് ഉണ്ടാക്കണം. നമ്മുടെ മെയിനായിട്ട് വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്കത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ്. അത് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം പണി കിട്ടും. അതിന് തന്നെ ഓക്കെ 48 മതിയോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് നോക്കാം കേസ്. നമുക്ക് 25 കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഫുൾ അയൺ ആർമർ ആവണമെങ്കിൽ ഫുൾ അയൺ ആർമർ മാത്രമല്ല നമുക്കൊരു ഇതും കൂടി ആവണമല്ലോ. ഏത് ഫുൾ ടൂൾസ് ആവണമല്ലോ. നമുക്ക് ഈ ഇൻവെൻറ്ററി തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പാടില്ലേ? ഇൻവെൻറ്ററി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കേസ്. നമുക്കൊരു സ്റ്റാക്ക് മതിയാവണം. ഇൻവെൻറ്ററി തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. 64 ഒരു സ്റ്റാക്ക് കണ്ടു കഴിഞ്ഞാൽ കേസ് നമുക്ക് ഡയമണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞാൽ സെറ്റായിരിക്കും കേസ്. നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ ഡയമണ്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് ലക്കൊക്കെ കൂടിയൊരു സംഭവമാണ്. നമ്മുടെ ഷീൽഡുള്ള വലിയ പേടിക്കാനൊന്നും അത്ര ഇല്ല. നമുക്ക് വലിയ പിന്നെ നമുക്ക് അറിയാലോ കേസ് നമ്മൾ ഇത്ര വലിയ പ്രോ പ്ലെയർ ആയതുകൊണ്ട് തന്നെ അത്രയും പേടിക്കാനൊന്നുമില്ല. നമുക്ക് താഴത്തോട്ടങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏസി ഇതെന്താ കൊക്കയാണോ ഇത്? ആടെ കേസ് ഗോൾഡ് കിട്ടി. ഇതൊക്കെ ഏതൊരു വഴി എടേ? ഇതെന്ത് വഴി ഇത്? ബ്രോ ഗീസ് യോടെ നിങ്ങൾ നോക്ക് ഗീസ്. എടേ ഇത് ഇങ്ങനെയൊക്കെ ഇത് എത്രാമത്തെ ഗീസ്? 5 ഇങ്ങനെയൊക്കെ സ്പോണാവോ? ഇങ്ങനെയൊക്കെ
സ്പോണാവണ എങ്ങനെയാടേ ഗീസ്? ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത് വൈ ലെവൽ എത്രയാ ഈ വൈ ലെവലിലൊക്കെ എങ്ങനെ സ്പോണാവണേ? സത്യമായിട്ട് പറഞ്ഞു ഗീസ്, ഞാനിത് ഇത്ര എനിക്ക് ഞാൻ ഒരു ചീറ്റ് യൂസ് ചെയ്തില്ല. ദൈവമാണ് സത്യം, ഞാനൊരു ചീറ്റ് യൂസ് ചെയ്തിട്ടില്ല. എനിക്കറിയാൻ പാടില്ല ഗീസ് ഇവിടെ എങ്ങനെ വന്നേന്ന്. ഈ സാധനം എനിക്കറിയാമെങ്കിൽ പറയാം, കമൻറ്റ് ചെയ്യുക ഗീസ്. എനിക്കറിയില്ല, ഞാൻ 1.20 കളിക്കണേ. നേരത്തെ ഞാൻ 1.80 വെച്ച് കളി നിർത്തിയതാണ്. എനിക്കറിയില്ല ഗീസ്, എനിക്ക് ഈ ഒരു ഡയമണ്ട് ഇവിടെ സ്പോണാവുന്നൊന്നും എനിക്ക് തോന്നാനുള്ള. എന്നാലും ഇത്രയും പെട്ടെന്ന് നമ്മൾ ഡയമണ്ടൊക്കെ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല ഗീസ്. നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഇതുണ്ടാക്കണം. അതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റട്ടെ. ഞാൻ എൻ്റെ 5 വർഷത്തെ മൈൻക്രാഫ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതുവരെയായിട്ട് എനിക്ക് ഇങ്ങനെ ഡയമണ്ടൊന്നും മോചാങ്ങ് തന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു വേൾഡ് നമുക്ക് തുടങ്ങിയപ്പോൾ തന്നെ ലക്കാന്ന് എനിക്ക് തോന്നണേ. ഇത്രയും ലക്ക് എനിക്ക് ഇതുമായിട്ടും കിട്ടിയിട്ടില്ല. ഇത്രയും നാൾ കളിച്ചിട്ട് എനിക്ക് ഇതുമായിട്ടും കിട്ടിയിട്ടില്ല. എന്തൊരു ലക്ക് എന്ന് വെച്ചാൽ എന്തൊരു ലക്ക്. നമുക്കൊരു അയൺ പിക്കാക്സ് നമുക്ക് അയൺ കിട്ടി. നമുക്ക് 4 അയൺ പിക്കാക്സ് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ഒരു ഡയമണ്ട്, അടുത്ത ഡയമണ്ട് ഡയമണ്ട് കിട്ടി ഡൈസ് ഡയമണ്ട് കിട്ടി. ചാവ് അത്രയുള്ളൂ. എന്നാലും അത് ഈ മൊണ്ണയൊക്കെ ഇവിടെ വന്നിരിക്കും. ഇവിടെ ഇവനൊക്കെ നമുക്ക് തിരിച്ചങ്ങോട്ടില്ലേ? അയ്യോ വാടാ, വിടറാ നീ സ്വന്തമായിട്ട് ചാവാനാ മണ്ടനാന്ന് തോന്നുന്നു ഇവൻ. സ്വന്തമായിട്ട് ചത്തു. അത് ഇവിടെ നമ്മൾ ഇപ്പം നമ്മൾ ഇറങ്ങിപ്പോയ സ്ഥലമില്ലേ, അവിടെ നമ്മൾ കയറി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അടിയിൽ എന്തോ സ്പോണ്ടറാന്ന് തോന്നുന്നു. ഫുള്ള് സോംബീസും കാര്യങ്ങളൊക്കെ. അത് കാരണം നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു. നമുക്ക് ഇവിടെയാണെങ്കിൽ കുറച്ചുകൂടി ഓപ്പൺഡാണല്ലോ. ഓപ്പൺഡായതുകൊണ്ട് നമുക്ക് ഇവിടെ അയൺ നമുക്ക് താഴത്ത്. അടിപൊളി എൻഡർമാൻ. ഇതാരാ? യെസ് അയൺ. അത്രയുള്ളൂ. ചാവടാ. യെസ് ഇവിടെ മരണക്കളിയെ കളിക്കണം. മരണക്കളി. ഇത്രയും 2 ലൈഫുള്ള എൻ്റെ കയ്യിൽ. പിന്നെ എൻ്റെ ഈ ഡയമണ്ട് എൻ്റെ ഇരിക്കുക. അതാണ് എനിക്കൊരു പ്രോ പ്ലേസ് അങ്ങനെ പേടിക്കാറൊന്നുമില്ല. അത് കാരണം നമ്മൾ പേടിക്കില്ല. ഇതൊക്കെ എന്താ ഇത്രയും ഡയമണ്ട്? ഇതൊക്കെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമുക്ക് ഇതായെന്നാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമുക്ക് അയൺ ആർമർ അങ്ങനെ സെറ്റായെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. നമ്മൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ, കാരണം വെച്ചാൽ നമ്മൾ ക്രൗച്ച് ചെയ്തങ്ങ് ഷീൽഡ് പിടിച്ചിരിക്കണം. കാരണം വെച്ചാൽ എപ്പോഴാണ് എവിടെ നിന്നാണ് അടി വന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ അയണൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ എങ്ങാണ്ടായിരുന്നു നമ്മൾ കോള് മൈൻഡ് ചെയ്യാത്ത ഇതേപോലെ കിട്ടില്ലേ, അതേപോലെയാണ് ഈ സായം കിട്ടുന്നത്. ഇപ്പോൾ അങ്ങനെയൊക്കെ. ഇതെന്താ പറയുക, ഇതൊരു പൊത്ത്. ഇവിടെ എന്താ വെള്ളമൊഴുക്കുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്താ? അയ്യോ അയണുണ്ട്. അത് നമ്മൾ എടുക്കാണ്ട് പോവില്ല. അയ്യോ പോയി ഓടാ. കഷ്ടപ്പെട്ട് അവളെ വന്നേച്ച്. ഇവിടെ വല്ല സ്കെലട്ടണോ എന്തെങ്കിലും വന്നില്ല നമ്മൾ തീർന്ന്. മൈൻക്രാഫ്റ്റ് ഒരു മെനഘട്ട മോമാണെങ്കിൽ ഈ സ്കെലട്ടണും ക്രീപ്പറും കാര്യങ്ങളൊക്കെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം പണിയായിരിക്കും. എന്തായാലും ഇവിടെ നിന്ന് അടിച്ചിടാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം. നമുക്ക് എന്തെങ്കിലും അവിടെ സാധനങ്ങളങ്ങ് അയ്യോ ചത്തേ ഇങ്ങനെ അങ്ങ് പോകണം. അപ്പോൾ അയ്യോ കേറ സ്റ്റോപ്പഡ്. ഈ നമ്മൾ സ്റ്റോപ്പ് ആക്കിയിട്ടാണ് അവിടെ വെച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ വെള്ളം സ്റ്റോപ്പ് ആക്കുക. വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി കളിക്കരുത്. വെള്ളത്തിൽ ഇറങ്ങി കളിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ രാവിലെ പോകണമെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ നമ്മളെന്തായാലും സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇതെന്താ ഇത് നമ്മൾ കോളൊക്കെ പൊട്ടിക്കാൻ നേരത്തെ കിട്ടില്ല, അതേപോലെ നമുക്ക് ഈ ഭയം കിട്ടണേ. നിങ്ങൾ വിചാരിക്കും നമ്മളെന്താ ന്യൂബായി, ഇവനൊക്കെ ഇപ്പോഴാണ് ഈ സാധനമൊക്കെ അറിയണതെന്നൊക്കെ വിചാരിക്കും. ഗീസ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയതല്ല ഗീസ്. അയ്യോ യോടാ എൻ്റെ പൊന്നെ ഗീസ്, എൻ്റെ ഡയമണ്ട് പോയെന്ന് എനിക്ക് തോന്നാൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട്
വഴിയൊക്കെ എനിക്കറിയാം കേസ്, പക്ഷെ സാധനം പോയിക്കഴിഞ്ഞാൽ അയ്യോ കേസ് അത് പറഞ്ഞപ്പോൾ നമ്മുടെ പതുക്കെ. അയ്യോ എടേ നമ്മൾക്ക് എടാ എടേ എല്ലാം ഉണ്ടോ കേസ്? നമുക്ക് അയം കിട്ടി കണ്ടാ? അയ്യോ പോലെ പോലെ പോലെ. പിന്നെ കേസ് ഞാൻ അറിഞ്ഞില്ല എൻ്റെ കൈ കയറി, കാരണം വെച്ചാൽ ഞാൻ ഹെഡ്സെറ്റ് കുത്തിയിട്ടില്ല ചേച്ചി, കാരണം വെച്ചാൽ നമ്മൾ മൈക്ക് വെച്ച് മാത്രമാണ് ഈ ഒരു അയ്യോ ഗേസ് ഒരു സാഡ് ന്യൂസ് ഉണ്ട് ഗേസ്. നമ്മുടെ കയ്യിൽ നിന്ന് ഡയമണ്ട് പോയി ഗേസ്, ലാവ വീണത് ഗേസ്. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഞാനപ്പോഴത്തേക്ക് അയൺ തീർച്ചങ്ങോടെ പോയി കണ്ടു. പിന്നെ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് ഡയമണ്ട് ഫുള്ള് നേരെ ലാവിൽ പോയി കേസ്. 26 അയൺ കേസ്. ഈ 26 അയൺ നമുക്കുണ്ടായ അയൺ മാത്രമാണ് കേസ് അവിടെ ഉണ്ടായത്. തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ലക്ക് കിട്ടി, പക്ഷേ സെക്കൻഡ് നമ്മൾ മൈനിങ്ങിന് ഇറങ്ങി തൊട്ട് കേസ് നമുക്ക് ഫുള്ള് ബാഡ് ലക്കാണ് കേസ്. എനിക്കറിയാം, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും 26 അയൺ കിട്ടി കേസ്. അത് വെച്ച് നമുക്ക് നോക്കാം കേസ്. നമ്മൾ 2 ഡയമണ്ട് പോയി കേസ്. നമുക്കൊരു ഡയമണ്ട് നമ്മൾ അവിടെ വെച്ച് കണ്ടാണ് കേസ്. അല്ലെങ്കിൽ കേസ് നമുക്ക് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണേസിൽ പോയിട്ട് നമുക്ക് ബാക്കി ഒന്ന് സ്മെൽറ്റ് ചെയ്യട്ടെ കേസ്. 26 അയൺ ഇവിടെ കേസ്. നമുക്കത് കിട്ടാണ്ട് പോയി കേസ്. അത് ഇതല്ല കേസ്, നമുക്കത് മരണ്ട അല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. എന്നാലും ഇതാണ് കേസ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇതുണ്ടാക്കാം കേസ്. നമുക്ക് ഇതുണ്ടാക്കാം, 2 ഇതും കൂടി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ കേസ്. നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കാം. നമ്മൾ എന്തായാലും കേസ് നഗ്ഗട്ട് വെച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കിയിട്ടുണ്ട്. 2 അയണിങ് കട്ട് ഉണ്ടാക്കി. നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇതാക്കി നമ്മുടെ ബേസ്. അടുത്ത എപ്പിസോഡ് നമുക്ക് മൊത്തം നല്ല സെറ്റപ്പ് ബേസ് ഉണ്ടാക്കണം. എന്തായാലും നമ്മുടെ അയൺ ആർമർ സെറ്റ് ആവണം. ഇപ്പോൾ തന്നെ നമുക്ക് സെറ്റാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും ഓരോന്നിട്ട് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം കേസ്. ഓക്കെ ലെറ്റ്സ് ഗോ. ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്. ഓക്കെ ചെസ്റ്റ് പ്ലേസിൽ ലെഗിൻസ് ഉണ്ടാക്കി കാണാൻ കേസ്. ഒക്കെ നമുക്ക് എന്തായാലും ഇതൊന്ന് സ്മെൽറ്റ് ആവട്ടെ. അതുകൊണ്ട് നമുക്ക് ഫുള്ള് ഇട്ടിട്ട് നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് എപ്പിസോഡ് നമ്മളങ്ങനെ അയൺ ആർമർ ആവുന്നത്. ലെഗിൻസും കൂടി കിട്ടിയാൽ മതി. ഓക്കെ കേസ്. നമുക്ക് ടൂൾസ് ഉണ്ടാക്കില്ലാന്ന് എനിക്ക് തോന്നേ, പക്ഷേ നമ്മൾ അയൺ ആർമർ ആയി കേസ്. നമുക്ക് എനിക്ക് എന്തായാലും ഓഫ് ക്യാമറ ഇരുന്നിട്ട് നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റും. പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിക്കാക്സും ഒരു ആക്സോ ജസ്റ്റ് ഒരു ആക്സ് കൂടി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ഒരയണം കൂടി കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ആക്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഒരു അയൺ കൂടെ എവിടെ നിന്നേലും ചെസ്റ്റിലുണ്ടോ? ചെസ്റ്റിൽ നമ്മൾ എടുത്തായിരുന്നു കേസ്. ഒരു അയൺ കൂടി കിട്ടിയെന്ന് ആക്സ് ഉണ്ടാക്കായിരുന്നു. ഇനി നമുക്ക് ആവശ്യം ഓക്കെ നമുക്കൊരു സോഡ് ഉണ്ടാക്കാം കേസ്. അപ്പോൾ ഫുള്ള് സെറ്റായില്ലേ ഇനിയിപ്പോൾ. അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള കേസ് നമ്മളെന്താ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേസ്. നമ്മളെന്നാലും നമ്മുടെ ഗോളും അയൺ ടൂൾസ് ഉണ്ടാക്കാമെന്നുണ്ടായിരുന്നു കേസ്. പക്ഷെ നമുക്ക് ഒരു ആക്സ് കൂടി സെറ്റായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഫുൾ ടൂൾസ് ആയേനെ കേസ്. ഓക്കെ എന്തായാലും കേസ് ഇവിടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേസ്. നമ്മളെന്തായാലും അടുത്തൊരു ലാസ്റ്റ് എപ്പിസോഡായിട്ട് വരാൻ കേസ്. ഓക്കെ അടുത്ത എപ്പിസോഡ് ഇതേപോലെ മണ്ടത്തിലൊന്നും കാണിക്കേണ്ടിരുന്നു. എന്തായാലും കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള കേസ് എന്തായാലും ഇവിടെ വെച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം. എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.